ഇപ്പം ഞാൻ കാണിക്കുന്ന പ്ലാന്റ്സ് അല്ലാതെ തന്നെ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. നമ്മുടെ അല്ലമാണ്ടയുടെ റെഡ് കളറാണ് ഈ കാണുന്നത്. വളരെ റെയറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല റെഡായിട്ട് നല്ല മരം പോലെ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അല്ലമാണ്ടയുടെ ഈ ഒരു മെറൂൺ പോലത്തെ കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് ഒക്കെ അയക്കാനായിട്ട് പറ്റും. മാത്രമല്ല നമുക്ക് ഈ മഴക്കാലത്ത് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ തൈകളൊക്കെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വളർന്ന് നമുക്ക് വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് നിറച്ച് പൂക്കൾ ഉണ്ടാവുന്ന ഒരു രീതിയിലേക്കൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. പെട്രിയുടെ 3 കളേഴ്സ് തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ കാണുന്നത് വയലറ്റ് ആണ്. ഇതിൻ്റെ പിങ്ക്, വൈറ്റ് കളേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് കോറൽ വൈൻ എന്ന് പേരുള്ള ഈ ഒരു നല്ലൊരു പിങ്ക് കളറുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണിത്. അപ്പം ഇതിൻ്റെ തൈകളും നമുക്ക് അവൈലബിൾ ആണ്. വളരെ സേഫായിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഓരോ പ്ലാന്റ്സും തന്നെ അയക്കുന്നത് കേട്ടോ. ഫ്ലവറിങ് ആയ പ്ലാന്റ്സും പ്ലാന്റിൻ്റെ സൈസും ഒക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും തന്നെ കാണിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് നമ്മളെല്ലാ പ്ലാന്റ്സിൻ്റെ വീഡിയോയിലൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പൂക്കളൊക്കെയുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഏകദേശം എല്ലാം തന്നെ നമ്മൾ അയക്കുന്നത് കേട്ടോ. അപ്പം ആ ഒരു കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. അതുപോലെ നമുക്ക് മഴക്കാലത്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ല പൂക്കളുള്ള തൈകൾ നമുക്ക് ധാരാളമായിട്ട് ഇപ്പം നമ്മൾ കാണുന്നത് ഹണി സക്കിൾ എന്ന് പറയുന്ന നല്ലൊരു ക്രീപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് തൈകൾ ധാരാളമായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റിൻ്റെ പർപ്പിൾ കളറാണ് എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളത്. പക്ഷെ നമുക്കിപ്പം അതിൻ്റെ വൈറ്റ് കളറും ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പൂക്കളെന്ന് വെച്ചാൽ കുറച്ചുകൂടി പർപ്പിളിനേക്കാളും കുറച്ചുകൂടി വലുപ്പമുള്ള പൂക്കളാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സും പൂക്കളൊക്കെ വന്ന പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. ഇതിനോടൊക്കെ ഒരുപാട് പേര് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിച്ചൊരു പ്ലാന്റാണ് നമ്മുടെ കമേലിയ പ്ലാന്റ്, ആന്തൂറിയം പ്ലാന്റ്, സീലിയ പ്ലാന്റ്. ഇങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെയൊക്കെ തൈകളും നമുക്കിപ്പം അവൈലബിൾ ആണ്. അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ വേണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ കളറുകളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സേഫായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്ലാന്റ്സൊക്കെ അയച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ നമുക്ക് ബൗഹീനിയ പ്ലാന്റാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. ഒരുപാട് ചെടികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കാറ്റ്സ് ക്ലോ, ഗാർലിക് വൈൻ, മണിമുല്ല, അതുപോലെ റെക്സ് ബിഗോണിയുടെ 10 കളേഴ്സ് വരുന്ന ഒരു കോംബോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ കോംബോ നമുക്ക് അവൈലബിൾ ആണ്. ബാൾസം പ്ലാന്റ് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കാറുള്ള ഒരു പ്ലാന്റാണ് ബാൾസം പ്ലാന്റ്. അതിൻ്റെ 10 കളേഴ്സുള്ള ഒരു കോംബോ നമുക്ക് 400 രൂപയ്ക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ചതുപോലെ നമ്മുടെ ലെഗസ്റ്റോമ പ്ലാന്റിൻ്റെ ഒരു കോംബോ നമുക്ക് അവൈലബിൾ ആണ്. 3 കളർ ലെഗസ്റ്റോമയാണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന പൂമരം പോലെ ആവുന്ന നല്ല 3 പ്ലാന്റ്സ് ആണ്. അതിൻ്റെ ബ്ലാക്ക് ലീവ്സ് വരുന്നതും അതുപോലെ പച്ച ലീവ്സ് വരുന്നതും അതിൻ്റെ ഒരുപാട് കളർ വെറൈറ്റീസ് ആണ്. പിങ്ക്, വൈറ്റ്, റെഡ് അങ്ങനെയുള്ള ഒരുപാട് കളറിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ജാഡ് വൈൻ പ്ലാന്റിൻ്റെ റെഡ് കളറും നമുക്കിപ്പോൾ അവൈലബിൾ ആയി വന്നിട്ടുണ്ട്. എപ്പോഴും എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നൊരു കളർ കൂടിയാണ്. റെഡ് കളർ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരുപാട് ഹൈബ്രിഡായിട്ടും ഓർഡിനറി ആയാലും 2 വെറൈറ്റീസും നമുക്കിപ്പം അവൈലബിൾ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ റെക്സ് ബിഗോണിയയുടെ തൈകളാണിത്. അപ്പോൾ തൈകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതേ സെയിം തൈകൾ തന്നെയാണ് നമ്മൾ അയക്കുന്ന സമയത്തും പാക്ക് ചെയ്ത് അയക്കുന്നത്. ക്രീപ്പേഴ്സിൻ്റെ വലുപ്പങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ കാണാം. ഇതുപോലെ കവറിൽ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്രീപ്പേഴ്സാണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മഴക്കാലത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാവുന്ന ടൈപ്പ് ക്രീപ്പേഴ്സ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളതിനെ മാക്സിമം കെയർ ചെയ്തിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ ഉണ്ടാവും. പൂക്കൾ ഉണ്ടാവാനൊരു താമസം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു അല്പം NPK വളം 1 ഗ്രാമൊക്കെ കലക്കി നമുക്ക് ചെടിയുടെ ചുവട്ടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ ഫ്ലവറിംഗ് ഒക്കെ ആവുകയും പെട്ടെന്ന് വളർന്ന് വലുതാവുകയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ചെടി നടുന്ന സമയത്ത് ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ മാത്രം കുറച്ചൊരു കെയറിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഈ പൂക്കളൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം മാത്രം എല്ലാവരും ശ്രദ്ധിക്കുക. ചെടികളൊക്കെ നന്നായിട്ട് പരിപാലിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. പ്ലാൻസ് വേണ്ടവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ കാറ്റലോഗും കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറ്റും.
പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.